ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 19. രചന ഫൗസിയ നൗഷാദ്. അവൻ അകത്തേക്ക് കയറിയതും അവൾ അല്പം മാറി ഫോൺ എടുത്തു. ഹലോ ഹലോ മോളു, ഡാഡ്? അവൾ കൗതുകത്തോടെ ചോദിച്ചു. യെസ്, ഇറ്റ്സ് യുവർ ഡാഡ് ഡിയർ. മറന്നോ നീ എന്നെ? നോ, ഞാനെങ്ങനെ മറക്കാ? ഡാഡല്ലേ എന്നെ മറന്നത്. ഞാനെങ്ങനെ മറക്കാ? നിനക്ക് നാട്ടിൽ പോവാൻ വാശിയായിരുന്നില്ലേ? അതല്ലേ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത്. നിന്റെ കാര്യം നീ നോക്കാമെന്ന് നീ വാശി പിടിച്ചു. എന്നാലും നിന്നെ എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ മോളു? ഇല്ലെന്നറിയാം ഡാഡ്, ബട്ട് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് വന്നതിൽ കാര്യമുണ്ടായിരുന്നു. ഇത്ര കാലം കഷ്ടപ്പെട്ടതിലും കാത്തിരുന്നതിലും ഒക്കെ കാര്യമുണ്ടായി. വാട്ട് മോളു, നീ നിന്റെ ദേവേട്ടനെ കണ്ടെത്തിയോ? യെസ് ഡാഡ്, ഐ ഫൗണ്ട് ഹിം. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് പറയാതെ മാരേജ്? ഒക്കെ പെട്ടെന്നായിപ്പോയി ഡാഡ്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഡാഡ് എപ്പോഴാണ് എന്നെ കാണാൻ വരിക? ഉടനെ. ഇനിയും എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലടാ. നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആണോ? എനിക്ക് ഡാഡിനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. വേഗം വാ. അപ്പോൾ ടേക്ക് കെയർ മോളു. സി യു സൂൺ. അദ്ദേഹം ഫോൺ വെച്ചു. വല്ലാത്തൊരു സന്തോഷം അവൾ ഉടലെടുത്തു. ഡാഡിനെ കണ്ടിട്ട് എത്ര നാളായിരിക്കുന്നു. കാണണം. അതാരാണെന്ന് നിങ്ങളോട് വഴിയെ പറയാമേ. ഒന്ന് മാത്രം അറിഞ്ഞോളൂ. എന്നെ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചത്, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ഡാഡ് കാരണമാണ്. അവൾ അകത്തേക്ക് കയറി. ആരായിരുന്നു ശിവ ഫോണിൽ? അത് ജാനുവാ. ഓ, നിന്നെ വിളിക്കാൻ അവളെങ്കിലും ഉണ്ടല്ലോ. എനിക്ക് അതും ഇല്ലടി. പേടിക്കേണ്ട, വേഗം കുട്ടിയെ സെറ്റ് ആയിക്കോ. നടന്നത് തന്നെ. വീഴണ്ടേ മോളെ. അവർ ഒരുമിച്ച് അകത്തേക്ക് കയറി. അല്ല അഷിയേട്ടാ, ഏട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ ഒരു അനിയൻ. അവൻ ഡിഗ്രി പഠിക്കുന്നു. പിന്നെ ഒരു കുഞ്ഞിപ്പെങ്ങള്, അവള് 5th. ആഹാ, കൊള്ളാലോ. നീ ഒരു ദിവസം വാ, എല്ലാവരെയും പരിചയപ്പെടാം. ദർശിൻ്റെ ഭാര്യയെ കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാൻ നിന്നെക്കുറിച്ച് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫേമസ് ആണല്ലേ? പിന്നല്ല. രണ്ടാളും കൂടെ സംസാരിച്ച് നിൽക്കാതെ വേഗം വന്നേ. സമയമില്ല, ഇന്ന് തീർക്കണമല്ല. കണ്ടില്ലേ, സാറോ അവളും എത്ര വേഗം അടുത്തത്. എന്നാലും സാർ എങ്ങനെയാണാവോ ഈ കാണുന്നവരെയൊക്കെ സ്നേഹിക്കുന്നത്? നമ്മളെ ഒന്നും പരിഗണിക്കുന്ന പോലും ഇല്ലല്ലോ. ദേവിക ഷൈമയോട് പറഞ്ഞു. അതേടി, എനിക്കും അതാ വിഷമം. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. എന്താ മോളെ ഷൈമയെ നീ പ്രതീക്ഷിച്ചത്? അവർ തിരിഞ്ഞു നോക്കിയതും പിന്നാലെ ശിവാനി. അവൾ എഴുന്നേറ്റു. എന്താ? അഭിനയിക്കണ്ട. നിനക്കൊക്കെ ദർശി സാറിന്റെ മേൽ കണ്ണുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. നീ ഒരിക്കൽ എന്നോട് പെരുമാറിയത് ഞാൻ മറക്കില്ല ഷൈമ. ഇന്ന് ഞാൻ ആ പഴയ ദ്രൗപദിയല്ല. നിന്റെയൊക്കെ ബോസിന്റെ ഭാര്യയാണ്. അത് ഓർമ്മ വേണം. റെസ്പെക്റ്റ് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവൾ അവരോട് കുറച്ചുകൂടി ചേർന്നു. എൻ്റെ ഏട്ടൻ്റെ മേൽ കണ്ണുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. കാരണം അത് എൻ്റേതാ. പോയി പണിയെടുക്കടി. അത് പറഞ്ഞവൾ തിരികെ പോയി. അവളെ തീർക്കണം. അത് അവൾ തന്നെയാ, ആ ദ്രൗപദി. പക്ഷേ അവളെ അതെ, അതാണ് സത്യം. ഏതോ വിധേന അവൾ മടങ്ങി വന്നു. ഇത്തവണ അവൾ പഴയ പോലെ അല്ല, തൻ്റെടിയാണ്. ഒക്കെ അറിഞ്ഞുകൊണ്ടാ അവൾ വന്നിരിക്കുന്നത്. എനിക്കെതിരെ തന്നെ. മഹാദേവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളെ അങ്ങ് തീർത്തേക്ക് മഹാദേവ. ശിവദാസൻ പറഞ്ഞു. അതത്ര എളുപ്പമല്ല. അവളുടെ ധൈര്യം ദർശാണ്. അവനുള്ളപ്പോൾ നമുക്കവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം അവളെ പടിയിറക്കേണ്ടത് അവൻ്റെ മനസ്സിൽ നിന്നാ. എന്നിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിനുള്ള വഴിയുണ്ട്. ശ്വേതയോട് ഞാൻ സംസാരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ശിവദാസൻ പറഞ്ഞു. വീട്ടിലെത്തി ഫ്രഷായി വരുമ്പോഴേക്കും സുഭദ്രാമയുണ്ട്. അവർ പുഞ്ചിരിച്ചു. അവൾക്ക് കുടിക്കാൻ ചായ എടുത്തു നൽകി. കാര്യമായിട്ട് എന്തോ അവർക്ക് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി. മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ അമ്മ. അത് എൻ്റെ തോന്നലാണോ എന്തോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. മോള് ദ്രൗപദിയാണോ? അത് കേട്ട് അവൾ ചിരിച്ചു. അവരുടെ കയ്യിൽ പിടിച്ചു. അമ്മയുടെ തോന്നൽ ശരിയാ, ദ്രൗപദി തന്നെയാ ഞാൻ. അവർ ഞെട്ടി പിന്മാറി. അങ്ങനെ ചോദിച്ചെങ്കിലും ആയിരിക്കില്ല എന്നൊരു മറുപടിയായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അമ്മ, എനിക്കറിയാം, എന്നെ കണ്ട നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമെന്ന്. ദേവേട്ടൻ മാത്രമാണ് എന്നെ ഓർമ്മയില്ലാത്തത്. എനിക്കധികം മാറ്റവും ഇല്ല. എൻ്റെ മുഖം പഴയ ചായ തന്നെയാണ്. പക്ഷെ മോളെ നീ... എനിക്കറിയാം അമ്മയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന്. അതിനൊന്നും തരാൻ എൻ്റെ പക്കൽ മറുപടിയില്ല. ഒന്നു മാത്രം പറയാനുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അന്ന് ആ വീട്ടിലെനിക്ക് ഡോറ് തുറന്നു തന്നതിന്, എന്നോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല മോളെ. എന്നാലും നീ ഇവിടെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അമ്മയ്ക്കറിയോ, വിധി എന്നൊരു സംഭവമുണ്ട്.
ഓരോരുത്തർക്കും ദൈവം ഒരു ഇണയെ വിധിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മാറാൻ പോകുന്നില്ല. അവർ തന്നെ നമ്മളിലേക്ക് എത്തും. അച്ഛൻ എന്നിൽ നിന്ന് ദേവേട്ടനെ അകറ്റാൻ നോക്കി. പക്ഷേ ഒടുവിൽ ദൈവം തന്നെ, എൻ്റെ കണ്ണൻ തന്നെ എന്നെ എൻ്റെ ദേവേട്ടനിലേക്ക് എത്തിച്ചു. ദേവേട്ടൻ എൻ്റെ അമ്മേ, എൻ്റെ മാത്രം, വേറൊന്നും എന്നോട് ചോദിക്കരുത്. അവൾ എഴുന്നേറ്റ് പോയി. അവർ എപ്പോഴും ആ ഞെട്ടലിലായിരുന്നു. കേട്ടതിൻ്റെ നടുക്കം വിട്ടുമാറിയിരുന്നില്ല. അവളുടെ വാക്കുകൾ അവരുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇവൾ ദ്രൗപദിയാണെങ്കിൽ ഉറപ്പ്, വന്നത് ഒറ്റ ഉദ്ദേശത്തോട് മാത്രം, ഈ തറവാട് കുളം തോണ്ടുക, മഹാദേവനോട് പകരം ചോദിക്കുക. കാരണം അത്രമാത്രം അയാൾ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണ, ഇനി എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നത്? അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ആദി നിറഞ്ഞു. ഏട്ടത്തിക്ക് ഫ്രണ്ട്സ് ആരുമില്ലേ? ശിവാനി പാചകത്തിന്റെ തിരക്കിലാണ്. അവളുണ്ടാക്കിയ സ്പെഷ്യൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദർശന. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ജാനകി, അവളാണ് എൻ്റെ ഒരേ ഒരു സുഹൃത്ത്. അല്ലാതെ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. എന്തേ ചോദിച്ചത്? ഏയ്, വെറുതെ ചോദിച്ചതാ. എനിക്ക് കോളേജിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അല്ല ഏട്ടത്തി ഓർഫനേജിലാണ് വളർന്നതെന്ന് പറഞ്ഞില്ലേ, അവിടെ എങ്ങനെയാ? അവൾ പെട്ടെന്ന് ഞെട്ടി. ദർശനയ്ക്ക് അവളുടെ സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. അന്ന് അവൾ കുട്ടിയായിരുന്നില്ലേ? ഓർഫനേജ് അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഏട്ടത്തി എങ്ങനെയാ പരിചയം? ഓ, അത് വലിയ കഥയാ മോളെ. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ മുന്നിൽ നിന്റെ ഏട്ടനെ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാം. ആദ്യം നിന്റെ ഏട്ടനെ ഞാൻ ദുഷ്ടനായിട്ടാ കണ്ടിരുന്നേ. അത് കേട്ട് ദർശന ചിരിച്ചു. ഏട്ടനോ? ദുഷ്ടനോ? ഹാ, ഈ വീട്ടിൽ ഏറ്റവും പാവന്റെ ഏട്ടനായിരിക്കും, ഒരു പഞ്ചപാവം. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും, സ്നേഹിച്ചാ ചങ്ക് പറിച്ചു തരും. ആടി, അതെനിക്ക് പിന്നെയാ മനസ്സിലായേ. എൻ്റെ ജീവിതം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാ ദേവേട്ട എന്ന താലി ചാർത്തുന്നേ, അത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത്. അത് ഏട്ടത്തിയുടെ ഭാഗ്യ. ഏട്ടത്തി അത്ര ഇഷ്ടമായതുകൊണ്ടാ. അല്ലെങ്കിലും ആ ശ്വേതേച്ചി ഏട്ടനെ പണ്ടേ ഇഷ്ടമല്ല. ഓ, എന്നാ ഒരു ജാടയാണെന്നേ. ഇവിടെ വന്നിട്ടുണ്ടോ ശ്വേത? പിന്നല്ലാതെ, എത്ര തവണ വന്നിരിക്കുന്നു. വന്ന് അച്ഛനെയും അമ്മയും കുറേ സോപ്പിട്ട് പോവും. എനിക്കിഷ്ടമല്ല. ഏട്ടനവരെ കെട്ടാതിരുന്നത് തന്നെ നല്ലത്. ദർശന പറഞ്ഞതും അവൾ പുച്ഛിച്ചു. അല്ലെങ്കിലും ആരെന്താഗ്രഹിച്ചിട്ട് കാര്യമില്ല. വിധി എന്നുണ്ടെങ്കിൽ അതേ നടക്കൂ. അവരുടെ സംഭാഷണം സുഭദ്രാമ കേൾക്കുന്നുണ്ടായിരുന്നു. മഹാദേവ് എത്തിയിട്ടുണ്ട്. അച്ഛനും ദർശൻ കൂടി ഹാളിലിരിക്കുകയാണ്. സുഭദ്രാമ മഹാദേവിനുള്ള ചായ റെഡിയാക്കി. അവളത് വാങ്ങി. അച്ഛന് ഞാൻ കൊടുക്കാം അമ്മേ. അവളത് വാങ്ങിക്കൊണ്ട് ഹാളിലെത്തി. ഇതാ അച്ഛ ചായ. പ്രതീക്ഷിക്കാതെ അവൾ ചായ കൊണ്ടുവന്നതും അയാളൊന്ന് ഞെട്ടി. ചായയോ? എനിക്കിപ്പോൾ ചായ വേണമെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് വേണ്ട. എന്താ അച്ഛാ, ഞാൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ, കുടിക്കുന്നേ. ദർശു കാണാതെ അയാൾക്ക് നേരെ അർത്ഥമേറിയൊരു നോട്ടം സമ്മാനിച്ച് അവൾ പറഞ്ഞു. അവൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അയാൾക്ക് കുടിക്കാനൊരു മടി. അയാൾ മടിയോടെ ഇരുന്നു. അവൾ സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ അച്ഛാ, കുടിക്കേ. ദർശു പറഞ്ഞു. അയാൾക്ക് നിരസിക്കാനായില്ല. അയാൾ ചായക്കപ്പ് ചുണ്ടോട് ചേർത്തു. എങ്ങനെയോ കുടിച്ചെന്ന് വരുത്തി. ഗ്ലാസ് എടുത്തുകൊണ്ട് വെക്കാൻ നേരം അയാൾ അവളെ ഒന്ന് വല്ലാതെ നോക്കി. അവൾ കണ്ണടച്ചു കാണിച്ചു. ദർശു എഴുന്നേറ്റ് പോയതും അവൾ മെല്ലെ അയാളോട് പറഞ്ഞു. അതെ, ഇപ്പൊ ചെറുതായൊന്ന് പേടിച്ചല്ലേ, പേടിക്കണ്ട. അങ്ങനെ എളുപ്പം ഞാൻ നിങ്ങളെ കൊല്ലില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചിഞ്ചായി വേദന അറിഞ്ഞ് നിങ്ങൾ മരിക്കണം, എൻ്റെ അച്ഛൻ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയായിട്ട്. അവൾ ചിരിയോടെ പറഞ്ഞു. നാട്ടിൽ ശിവാനിയെ കിട്ടാത്തതിൻ്റെ ദേഷ്യം ശ്യാമയോട് തീർക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ശ്യാം. നീ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. നീ ഇത്ര പഠിച്ചാൽ മതി. അവൾ പോവാനിറങ്ങിയ വഴിയിൽ തടസ്സമായി നിന്നുകൊണ്ട് ശ്യാം പറഞ്ഞു. നിങ്ങളാരാ അത് പറയാൻ? എൻ്റെ ജീവിതം ഞാൻ അധ്വാനിച്ച് കോളേജിൽ പോകുന്നതിന് നിങ്ങൾക്ക് എന്താ? നിങ്ങളാരാ? ശ്യാമയും വിട്ടുകൊടുത്തില്ല. എടി, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാടി. അവനവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചതും അവൾ മറുകൈ കൊണ്ട് അവൻ്റെ കൈ പിടിച്ചു തിരിച്ചു. ആ, അവൻ അലറി. ആ നിപ്പിൽ തന്നെ അവൾ അവനെ മുട്ടുകാല് കയറ്റി. അവൻ പുളഞ്ഞു പോയി. നിനക്കിതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയടി? അവിടേക്ക് കയറി വന്ന അവളുടെ രണ്ടാനച്ഛൻ ചന്ദ്രൻ ചോദിച്ചു. അതൊക്കെ കിട്ടി. മോനെ മാത്രമല്ല, അച്ഛനെ ശരിയാക്കും, ഞാൻ പറഞ്ഞേക്കാം. ബഹളം കേട്ട് അമ്മ എത്തി. നീയാ ഇവിടെ ഇതൊക്കെ പഠിപ്പിച്ചത്? ശ്യാമിനെ അവിടേക്കിരുത്തി അയാൾ ചോദിച്ചു. വാങ്ങിക്കോ, അവളുടെ നേരെ ചെന്നിട്ടല്ലേ, ഒരു കുഴപ്പവും ഇല്ല, അവർ പറഞ്ഞു. എടി, നിന്റെ ചേച്ചി, അവൾ ജീവനോടുണ്ടെന്ന് നീ എപ്പോഴും ഡയലോഗ് അടിക്കുമല്ലോ. അവൾ ജീവനോടുണ്ട്. അവളുടെ കല്യാണവും കഴിഞ്ഞു. ശ്യാമ വിളിച്ചു പറഞ്ഞു. എന്ത്? അവൻ്റെ അച്ഛൻ അത്ഭുതത്തോടെ അവനെ നോക്കി. ശിവാനി എറണാകുളം സിറ്റിയിലുണ്ടച്ചാ. അവളുടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ ബോസുമായിട്ട്. അവൻ എന്നെ ഇറക്കി വിട്ട് അവളെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അത് കേട്ട് അമ്മയും ശ്യാമയും മുഖാമുഖം നോക്കി. എന്ത്? ദ്രൗപദി മോള് ജീവനോടെ ഉണ്ടെന്നോ? അവളുടെ കല്യാണം കഴിഞ്ഞെന്നോ? എൻ്റെ ഈശ്വര, എൻ്റെ കുട്ടിയെ കണ്ടിട്ട് എത്ര നാളായി. അവളെ എനിക്കൊന്ന് കാണണം. അവർ നിലവിളിക്കാൻ തുടങ്ങി. അമ്മ കരയണ്ട, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേച്ചി എവിടെയോ ഉണ്ടെന്ന്. നമ്മൾ ചേച്ചിയെ കാണാൻ പോവും, അല്ലെങ്കിൽ ചേച്ചി നമ്മളെ തേടി വരും, ഉറപ്പാ. ഇവിടെ നിന്ന് ഒരുത്തി ഇറങ്ങില്ല, മുട്ടാലെ ഞാൻ തല്ലി ഓടിക്കും, അയാൾ പ്രഖ്യാപിച്ചു. അവളത് പുച്ഛിച്ച് തള്ളി. അയാളെ അവഗണിച്ച് അവൾ കോളേജിലേക്ക് ഇറങ്ങി.
പോകും വഴി അവളുടെ മനസ്സ് നിറയെ അവളുടെ ചേച്ചിയായിരുന്നു. കുട്ടിക്കാലത്ത് കണ്ടതാണ്. എന്ത് സംഭവിച്ചതാണെന്ന് അമ്മ പറഞ്ഞുള്ള അറിവാണ്. ചേച്ചിയെ കാണണം, തീർച്ചയായും കാണണം, അവളുടെ മനസ്സ് പറഞ്ഞു. ശിവാനി മുറിയിൽ നിന്ന് പുസ്തകം വായിക്കുമ്പോഴാണ് ആശി വരുന്നത്. ഠോ! ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആശി? എന്താ ആശിയേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ, പേടിപ്പിക്കണോ? നിന്റെ ഏട്ടൻ എവിടെയടി? ഏട്ടൻ കുളിക്കുന്നു. അവൻ 24 ഹവേഴ്സും കുളി മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവമേ, അവനെ പ്രസവിച്ചിട്ട് വല്ല കുളിമുറിയിലാണോ? അപ്പോഴേക്കും തലതുവരത്ത് ദർശിറങ്ങി വന്നു. ആശി അവിടെ കണ്ടവൻ അത്ഭുതപ്പെട്ടു. എന്താടാ, നീ എപ്പോ എത്തി? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. തമ്പുരാന്റെ കുളി കഴിഞ്ഞു? കഴിഞ്ഞു. ചൂടല്ലേ, എങ്ങനെയാ കുളിക്കാതിരിക്കുക? ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നത് നല്ലതാ, ആ തലയൊന്ന് തണുക്കട്ടെ. നീ എൻ്റെ അത് വാങ്ങാനുള്ള പ്ലാനില്ല അല്ലേ ആശി? ഞാനൊരു കാര്യം പറയാനാ വന്നേ. എന്താടാ? അത് പിന്നെ നിങ്ങളുടെ രണ്ടാളുടെ കല്യാണം കഴിഞ്ഞ് എവിടെയും പോയില്ലല്ലോ, ഐ മീൻ ഹണിമൂൺ. അത് കേട്ട് ശിവാനി ദർശിനെ നോക്കി. എന്തേ ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം? അല്ല, നിങ്ങൾ രണ്ടാളും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാന്നേ. എവിടെ പോവാനാടാ? ബാംഗ്ലൂരോ? യെസ്. എന്ത് പറയുന്നു ശിവ, നിനക്ക് ഓക്കെ ആണോ? ദർശി ചോദിച്ചു. എനിക്ക് ഓക്കെയാ, നമുക്ക് പോവാം, അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ രണ്ടാളും ബാംഗ്ലൂർ സിറ്റി ഫുള്ള് കറങ്ങുന്നു, ഓക്കെ? എങ്ങനെയാ പോവാ? ഫ്ലൈറ്റിൽ പോവാമല്ലോ. ഫ്ലൈറ്റ് ഒന്നും വേണ്ട, എൻ്റെ ഒപ്പീനിയൻ ഒന്നുകിൽ നിങ്ങൾ കാറിൽ പോകണം. ബട്ട് ഇത്ര ദൂരം റിസ്ക് ആണ്. ഒരു കാര്യം ചെയ്യ്, AC സ്ലീപ്പർ കോച്ച് ബുക്ക് ചെയ്ത് ട്രെയിനിൽ പൊക്കോ, പ്രൈവസിയും കിട്ടും. അവനൊന്ന് ആലോചിച്ചു. അപ്പോൾ കമ്പനിയിലെ കാര്യമോ? ഓ, എന്തു പറഞ്ഞാൽ അവൻ്റെ ഒരു കമ്പനി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ആശി അവിടെ നിന്നിറങ്ങി. ദർശി ശിവാനിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ പോവണോ? എൻ്റെ കൂടെ ട്രിപ്പ് വരാൻ ഒക്കെ ശിവാനിക്ക് പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഏട്ടനെ വിശ്വസിച്ച് ഞാൻ ഇവിടെ വരെ വന്നില്ലേ. ഇപ്പോഴും ആ വിശ്വാസമുണ്ട്. ഈ താലി കഴുത്തി കിടക്കുന്ന കാലത്തോളം ശിവാനി ദേവിയേട്ടനൊപ്പം ഉണ്ടാവും. ഈ താലിക്ക് എത്ര നാൾ ആയുസ്സുണ്ടാവും എന്നറിയില്ല. ഉള്ള കാലത്തോളം എൻ്റെ മനസ്സിൽ ഒരാളെ ഉണ്ടാവും. അവൾ അർത്ഥം വെച്ച പോലെ പറഞ്ഞു. അവനത് മനസ്സിലായില്ല. നമുക്ക് പോവാൻ ശിവ, താൻ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോ. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പോവാം. ആശ അടുക്കളയിലേക്ക് വന്നു. സുഭദ്രാമ്മയുടെ കഴുത്തിൽ കൈ ചുറ്റി. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.